ഹലോ, ഈ കാണുന്നതാണ് നമ്മുടെ പറമ്പിലേക്കുള്ള എൻട്രൻസ്. ഞങ്ങളുടെ വീടും ഈ പറമ്പും തമ്മിൽ 1 അവർ ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. വീട് ഈ പറമ്പിൻ്റെ അടുത്തല്ലാത്തത് കൊണ്ട് പറമ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. കണ്ടില്ലേ എന്തുമാത്രം പുല്ലായിട്ടുണ്ടെന്ന്. പറമ്പിലിങ്ങനെ നടക്കുന്ന വഴികളിൽ വീട് ഷീറ്റ് വിരിച്ചതുകൊണ്ട് ആ ഭാഗത്തൊന്നും പുല്ല് വളർന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിൽ കൂടെ നടന്നു പോകാം. മഴക്കാലത്താണ് ഇങ്ങനെ നന്നായി പുല്ല് വളരുന്നത്. ആകെ ഒരു പേടി വല്ല ഇഴജന്തുക്കളും കയറിയിരിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. പുല്ല് കണ്ടപ്പോൾ മനസ്സിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പിന്നെ നോക്കിയപ്പോൾ ദേ ആ ഒരു വിഷമത്തിൻ്റെ ഇടയിലും ഒരു സന്തോഷം കണ്ടോ. എത്ര വലിയ പേരയ്ക്കാണ് കുട്ടി പേരമരത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന്. ഇത് ഏത് ഇനത്തിൽപ്പെട്ട പേരയാണെന്ന് എനിക്കറിയില്ല. അനുകൂല സാഹചര്യങ്ങൾ വന്നപ്പോൾ ഇവനങ്ങ് കയറി വളർന്നു. നല്ല വളവും നല്ല മഴയും. ഒരു പേരയ്ക്കായിരുന്നില്ല കേട്ടോ, 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം താഴെ ഒളിഞ്ഞു കിടക്കുമായിരുന്നു. ഭാഗ്യത്തിന് 2ഉം കിളികളൊന്നും കൊത്താതെ സേഫായിട്ടാണ് ഉണ്ടായിരുന്നത്. പേരമരമല്ല, പേരച്ചെടി. ഈ കുട്ടിച്ചെടിയിൽ നിന്ന് ഇത്രയും വലിയ 2 പേരയ്ക്ക കിട്ടിയത് വളരെ ഭാഗ്യം തന്നെയാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുടയൊക്കെ പിടിച്ച് പേരയ്ക്ക പറിക്കാൻ ഇറങ്ങിയത്. അങ്ങനെ 2 പേരയ്ക്കയും പറിച്ചു. ഇനി അത് മുറിച്ച് നോക്കലാണ്. വീട്ടിലെത്തി മുറിച്ച് നോക്കിയപ്പോഴാണ് പണി കിട്ടിയത്. വിചാരിച്ച പോലെ അത് പഴുത്തിട്ടുണ്ടായിരുന്നില്ല, മൂത്തിട്ടും ഉണ്ടായിരുന്നില്ല. ഇത്രയും മുഴുത്ത പേരയ്ക്ക ആയതുകൊണ്ട് ഞങ്ങൾ കരുതിയത് നല്ലോണം മൂത്തിട്ടുണ്ടാവും. മുറിക്കാൻ തുടങ്ങിയപ്പോഴാണ് നല്ലൊരു ടാസ്ക്കാണെന്ന് മനസ്സിലായി. എന്ത് ചെയ്തിട്ടും കത്തി കീറുന്നില്ല. അടിച്ചും മിടിച്ചും ഞാൻ കുറേ ട്രൈ ചെയ്തു. അവസാനം എങ്ങനെയൊക്കെയോ മുറിച്ചെടുത്തു. മൂത്തിട്ടില്ലാത്തതുകൊണ്ട് മധുരം വെച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പ്രതീക്ഷിച്ചത്ര മധുരം ഉണ്ടായിരുന്നില്ല. എന്നാലും കഴിക്കാൻ കൊള്ളാമായിരുന്നു. ഇത് മുഴുവനും ഞങ്ങൾ കഴിച്ചു തീർത്തു. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.